ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സെന്റൻസുകളാണ്. അതായത് ഒരേ ടൈപ്പിലുള്ള സെന്റൻസുകൾ തന്നെ പല രീതിയിലുമായിട്ട് പറയുക. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ വേറൊരു ടോപ്പിക് എടുത്തിട്ട് സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിരിക്കും ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പല മെത്തേഡിലുള്ള സെന്റൻസുകളാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു പാർക്കിലേക്ക് പോകുന്ന രീതിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പാർക്കിലേക്ക് പോവുകയാണ് അല്ലെ. ഞാൻ പോവുകയാണ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആം, ഈസ്, ആർ എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ സബ്ജക്റ്റ്, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് തന്നെ ഐ എം ഗോയിങ് ടു ദ പാർക്ക്. ഐ എം ഗോയിങ് ടു ദ പാർക്ക്. ഞാൻ പാർക്കിലേക്ക് പോവുകയാണ്. ഞാൻ പാർക്കിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ, കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ ആണെന്ന് പറയുമ്പോൾ ഈസാറാം യൂസ് ചെയ്യും. ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസ് വേറെ യൂസ് ചെയ്യും. വാസ് സിംഗുലർ, വേറെ പ്ലൂരൽ. അപ്പൊ ഇവിടെ ഞാൻ പാർക്കിലേക്ക് പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ഗോയിങ് ടു ദ പാർക്ക്. അതിന്റെ കൂടെ എപ്പോഴും നമ്മൾ വാസ് യൂസ് ചെയ്യും. ഐ വാസ് ഗോയിങ് ടു ദ പാർക്ക്. ഓക്കെ, അവൻ പാർക്കിലേക്ക് പോയി. എല്ലാം ഇവിടെ പാർക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷെ സബ്ജക്റ്റും വെർബും മാറി മാറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ പാർക്കിലേക്ക് പോയി. അവൻ സബ്ജക്റ്റ് ആയി വരുന്ന സമയത്തും പാസ്റ്റ് ആണെങ്കിൽ ഹി വെന്റ് ടു ദ പാർക്ക് അല്ലെ. അവിടെ ഗോയുടെ പാസ്റ്റ് എന്താണ്? വെന്റ് ആണ്. ഹി വെന്റ് ടു ദ പാർക്ക്. അവൻ പാർക്കിലേക്ക് പോയി. ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ട് എങ്ങനെ പറയാ? ഇവിടുത്തെ മെത്തേഡ് മാറിയല്ലോ. വി ഹാവ് ബീൻ ടു ദ പാർക്ക്. വി ഹാവ് ബീൻ ടു ദ പാർക്ക്. ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ വി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു. ഹാവ് ബീൻ. ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. വി ഹാവ് ബീൻ ടു ദ പാർക്ക്. ഓക്കെ, നമുക്ക് പാർക്കിലേക്ക് പോകാം. നമുക്ക് പാർക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. ഓക്കെ, ഞാൻ വിളിച്ചപ്പോൾ അവർ പാർക്കിലായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവർ പാർക്കിലായിരുന്നു. They were at the park when I called. They were at the park when I called. Okay, നിങ്ങൾ പാർക്കിൽ പോവുകയാണോ? നിങ്ങൾ പാർക്കിൽ പോവുകയാണോ? Are you going to the park? Are you going to the park? അവൾ പാർക്കിൽ പോയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലോ, ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി ഹാവ് ബീൻ എന്ന് പറഞ്ഞു. അവൾ പാർക്കിൽ പോയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഷി ഹാസ് ബീൻ ടു ദ പാർക്ക്. ഷി ഹാസ് ബീൻ ടു ദ പാർക്ക്. അവൾ പാർക്കിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാർക്കിലാണ്. വി ആർ അറ്റ് ദ പാർക്ക് നൗ. വി ആർ അറ്റ് ദ പാർക്ക് നൗ. ഞങ്ങൾ ഇപ്പോൾ പാർക്കിലാണ്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ പോകും എന്ന് പറയുകയാണെങ്കിലോ, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിൽ പോകും. വരാനിരിക്കുന്ന കാര്യമാണല്ലേ. വി വിൽ ഗോ ടു ദ പാർക്ക് in 2 days. We will go to the park in 2 days. 2 ദിവസം കഴിഞ്ഞെന്ന് പറയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ അല്ലെ ഞങ്ങൾ പാർക്കിൽ പോകും. ഞങ്ങൾ പാർക്കിലായിരുന്നപ്പോൾ അവർ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ പാർക്കിലായിരുന്നപ്പോൾ അവർ വീട്ടിൽ വന്നിരുന്നു. അവർ വീട്ടിൽ വന്നിരുന്നു എന്ന് പറയുകയാണെങ്കിൽ they had come home. അവർ വീട്ടിൽ വന്നിരുന്നു. when we were at the park. when we were at the park. അപ്പം they had come home. They had come home when we were at the park. ഞങ്ങൾ പാർക്കിലായിരുന്നപ്പോൾ അവർ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ പാർക്കിൽ പോകാനിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. ഞങ്ങൾ പാർക്കിൽ പോകാനിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. ഇതും കഴിഞ്ഞ ഒരു അനുഭവമാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഞങ്ങൾ പാർക്കിൽ പോകാനിരിക്കുമ്പോഴാണ് മഴ പെയ്തത്. ഇറ്റ് റെയിൻഡ് when we were about to go to the park. ഓക്കെ, ഞങ്ങൾക്ക് ഇന്ന് പാർക്കിൽ പോകാനുണ്ട്, അതുകൊണ്ട് കാർ കഴുകുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് പാർക്കിൽ പോകാനുണ്ട്, അതുകൊണ്ട് കാർ കഴുകുകയാണ്. ഇന്ന് പോകാനുണ്ടെന്നാണല്ലോ. we have to go to the park today. so അതുകൊണ്ട് we are washing the car. we have to go to the park today. so we are washing the car. നിങ്ങൾ എപ്പോഴാണ് പാർക്കിലേക്ക് പോകുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, WH ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എപ്പോഴാണ് പാർക്കിലേക്ക് പോകുന്നത്? when are you going to the park? when are you going to the park? നിങ്ങൾ എപ്പോഴാണ് പാർക്കിലേക്ക് പോകുന്നത്? നിങ്ങൾ ആരൊക്കെയാണ് പാർക്കിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. നിങ്ങൾ ആരൊക്കെയാണ് പാർക്കിലേക്ക് പോകുന്നത്?
ഇവിടെ വളരെ സിമ്പിളാണ്. ഹു ആർ യു ഗോയിങ് ടു ദ പാർക്ക് വിത്ത്? ഹു ആർ യു ഗോയിങ് ടു ദ പാർക്ക് വിത്ത്? ഈ വിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ആരൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ വിത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആരെ കൂടെ, കൂടെ എന്നുള്ള ഒരു മീനിങ്ങിന്. അപ്പോ ഹു ആർ യു ഗോയിങ് ടു ദ പാർക്ക് വിത്ത്? നിങ്ങൾ ആരൊക്കെയാണ് പാർക്കിലേക്ക് പോകുന്നത്? അപ്പം നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്, ആരൊക്കെയാണ് പോകുന്നത്, നിങ്ങൾ ഏത് പാർക്കിലേക്കാണ് പോകുന്നത്? നിങ്ങൾ ഏത് പാർക്കിലേക്കാണ് പോകുന്നത്? ഏതെന്ന് പറയാൻ വേണ്ടി വിച്ച് ആണ് അല്ലെ? വിച്ച് പാർക്ക് ആർ യു ഗോയിങ് ടു? വിച്ച് പാർക്ക് ആർ യു ഗോയിങ് ടു? നിങ്ങൾ ഏത് പാർക്കിലേക്കാ പോകുന്നത്? ഞങ്ങൾ പാർക്കിൽ പോയില്ല. ഞങ്ങൾ പാർക്കിൽ പോയില്ല. We didn't go to the park. We didn't go to the park. ഞങ്ങൾ പാർക്കിൽ പോയില്ല. ഞങ്ങൾ പാർക്കിൽ പോകുന്നില്ല അല്ലേ? ഞങ്ങൾ പാർക്കിൽ പോകുന്നില്ല എന്ന് നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ we aren't going to the park. We aren't going to the park. ഞങ്ങൾ പാർക്കിൽ പോകുന്നില്ല. ഇനി അവൻ ഇതുവരെ പാർക്കിൽ പോയിട്ടില്ല. അവൻ ഇതുവരെ പാർക്കിൽ പോയിട്ടില്ല എന്നെങ്ങനെ പറയാ? സബ്ജക്റ്റ് അവനാണ്. He hasn't gone to the park yet. He hasn't gone to the park yet. അവൻ ഇതുവരെ പാർക്കിൽ പോയിട്ടില്ല. ഞാൻ പാർക്കിൽ പോകാറില്ല, അതായത് ആ ഒരു പതിവില്ല എന്നാണ്. ഞാൻ പാർക്കിൽ പോകാറില്ല. I don't usually go to the park. I don't usually go to the park. ഞാൻ പാർക്കിൽ പോകാറില്ല. ഓക്കെ, അപ്പോൾ പല ടൈപ്പിലുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ഒരൊറ്റ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങളും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മൾ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ പാർക്കിലേക്ക് പോയോ എന്നെങ്ങനെ ചോദിക്കുക എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ വീഡിയോനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഒരു മടിയും വിചാരിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് പോലും അറിയാത്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് പഠിക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വെർബുകൾ അറിയില്ലെങ്കിൽ നമ്മുടെ പുതിയ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്